ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റമിസ് ആണ്. അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാവരും ബേസിക് സയൻസിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ സഹായിക്കാനായിട്ട് ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കുക. എന്നിട്ട് സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ആൻസറുകൾ ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: വിവിധ ശരീരഭാഗങ്ങളിലെ സന്ധികളും അവയുടെ പ്രത്യേകതകളും പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കും. ജോയിന്റ് ഓഫ് ഡിഫറെന്റ് ബോഡി പാർട്സ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ലിസ്റ്റഡ് ബിലോ. തന്നിരിക്കുന്ന പട്ടിക ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തി എഴുതുക. അറേഞ്ച് ദ ടേബിൾ ഇൻ ദി കറക്റ്റ് ഓർഡർ. അപ്പൊ എവിടെയാണ് ടേബിൾ? ഈ കാണുന്നതാണ് ടേബിൾ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ശരീരഭാഗം, അതായത് ബോഡി പാർട്സും സന്ധി അതായത് ജോയിന്റ്സും അതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. അപ്പൊ അത് മാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന ജോയിന്റ്സിനെ പറ്റിയും ആ ജോയിന്റ്സിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അവയിൽ ഉൾക്കൊള്ളുന്ന ശരീരഭാഗങ്ങളെ പറ്റിയും അവയുടെ കുറച്ച് പ്രത്യേകതകളെ പറ്റിയും നമുക്ക് അറിയണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. എത്ര ജോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 3 തരത്തിലുള്ള ജോയിന്റ്സ് പഠിച്ചിട്ടുണ്ട്. ഒന്നാണ് ഗോളരി സന്ധി, രണ്ടാമത്തേതാണ് വിജാഗിരി സന്ധി, മൂന്നാമത്തേതാണ് കീലസന്ധി. ഓക്കെ, ഈ 3 എണ്ണമാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഈ 3 എണ്ണം ഉൾപ്പെടുന്ന ശരീരഭാഗങ്ങൾ, ആദ്യം നമുക്ക് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് നോക്കിയാൽ അതിന്റെ ഉൾപ്പെടുന്ന ശരീരഭാഗമാണ് നമ്മുടെ തോളെല്ല്, അതുപോലെ തന്നെ ഇടുപ്പെല്ല് മുതലായവ, ഷോൾഡർ ജോയിന്റും ഹിപ്പ് ജോയിന്റും. അപ്പൊ അവയുടെ പ്രത്യേകതയും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളവയാണ്. അതുപോലെ തന്നെ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിലാണ് തിരിയുന്നത്. അപ്പൊ ഈ ഒരു ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ഈ ഒരു ഫിഗർ നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ദ ബോൾ ഓഫ് എ ബോൺ റൊട്ടേറ്റ് ഇൻ ദി സോക്കറ്റ് ഓഫ് ദി അതർ ബോൺ. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമുക്ക് ഈ പറയുന്ന തോളലിലും അതുപോലെ ഇടുപ്പിന്റെ സന്ധിയിലും ഒക്കെ കാണുന്ന ഗോളര സന്ധി അല്ലെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് വിജാഗിരി സന്ധി. അത് നിങ്ങൾ ഓർത്തിരിക്കാൻ നമ്മുടെ വാതിലിൽ ഘടിപ്പിക്കുന്ന വിജാഗിരി ആലോചിച്ചാൽ മതി. അതിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്കത് ചലിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ജോയിന്റ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ശരീരഭാഗങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മുടെ കൈമുട്ടും കാൽമുട്ടും, എൽബോയും നീ. അപ്പൊ അവയുടെ ചലനം എപ്രകാരമാണ്? വിജാഗിരി പോലെ ഒരു ഭാഗത്തോട്ട് മാത്രമാണ് അത് ചലിപ്പിക്കാൻ സാധിക്കുന്നത്. ലൈക്ക് എ ഹിഞ്ച്, ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഇനി അടുത്തതായിരുന്നു നമ്മുടെ കീലസന്ധി. അപ്പൊ അത് ഉൾപ്പെടുന്ന ശരീരഭാഗങ്ങളാണ് നമ്മുടെ കഴുത്തം. കഴുത്തിന്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ജോയിന്റ് ഉൾപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു. ബോത്ത് ഡയറക്ഷനിലേക്കും അവിടെ എന്തുണ്ട്? മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ടേബിള് നമുക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. നിങ്ങൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതുപോലെയാണോ ഇതിന്റെ ഉത്തരം വന്നത് അല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇതാ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഭൂമിയും ചന്ദ്രനും സൂര്യനും ഉൾപ്പെടുന്ന ചിത്രീകരണം ശ്രദ്ധിക്കൂ. ചിത്രം 1ഉം 3ഉം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇവ ഇങ്ങനെ കാണപ്പെടാനുള്ള കാരണം എന്താണ്? വാട്ട് ഡസ് ദ പിക്ചർ 1 and 5 ഇൻഡിക്കേറ്റ്? ഇവിടെ 5 വേണ്ട, 1 and 3 ഇൻഡിക്കേറ്റ്. ആൻഡ് റൈറ്റ് ദ റീസൺ ഫോർ സീയിങ് ദം ലൈക്ക് ദിസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ സൂര്യനാണ്, അതായത് ഇവിടെ നമ്മുടെ ഭൂമിയുണ്ട്, അതുപോലെ തന്നെ നമുക്കിവിടെ ഓരോ പൊസിഷൻ ആയിട്ട് നമുക്ക് മൂണിനെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളോട് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്? 1ഉം 3ഉമാണ്. അതായത് ഇതും അതുപോലെ തന്നെ ഇതുമാണ്. ഈ ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് മൂൺ എങ്ങനെയാണ്? ഫുൾ ഡാർക്ക് ആയിട്ടാണ്. അതായത് നമ്മുടെ മൂണിന്റെ ഷാഡോ റീജിയൻ ആണ് നമ്മുടെ ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ദിവസത്തെയാണ് നമ്മൾ ന്യൂ മൂൺ അല്ലെങ്കിൽ കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തെ പൊസിഷനിൽ നമുക്ക് മൂണിനെ നേർ പകുതിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് മൂണിന്റെ ലൈറ്റഡ് പോർഷനും ഷാഡോ പോർഷനും നമുക്ക് കാണാനായിട്ട് പറ്റുന്നതും നേർ പകുതിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഹാഫ് മൂൺ അല്ലെങ്കിൽ അർദ്ധചന്ദ്രനാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ മൂണിന്റെ ലൈറ്റഡ് പോർഷൻ ആണ് കാണാൻ പറ്റുന്നതെങ്കിൽ ആ ദിവസം ഫുൾ മൂൺ ആയിരിക്കും, അല്ലെങ്കിൽ പൗർണമി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വെളുത്തവാവായിരിക്കും. ഇനി മൂണിന്റെ ഷാഡോ റീജിയൻ ആണ് കാണാൻ പറ്റുന്നതെങ്കിൽ ആ ദിവസമായിരിക്കും നമ്മുടെ കറുത്തവാവ്, അല്ലെങ്കിൽ നമ്മുടെ അമാവാസി, അല്ലെങ്കിൽ നമ്മുടെ ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നത്. അത് മക്കള് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് വൃദ്ധിക്ഷയങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവുന്നതിന് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഈ ന്യൂ മൂണും ഫുൾ മൂണും അത് തമ്മിൽ മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് ഈ ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് വരുമ്പോഴും ആ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുവാണോ കുറയുവാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ബേസിലാണ് നമുക്ക് വൃദ്ധിയും ക്ഷയവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഫിഗർ നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ ഉപകാരപ്രദമാവും. ഓക്കെ.
അത് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഇവിടെ ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ മൂൺ ആണ്, അഞ്ചാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഫുൾ മൂൺ ആണ്. അപ്പൊ ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്ക് വരുന്ന സമയം ആ ഒരു ലൈറ്റർ റീജൻ കൂടിക്കൂടി വരുന്നു, അതിനെയാണ് നമ്മൾ വൃദ്ധി അല്ലെങ്കിൽ വാക്സിങ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫുൾ മൂണിൽ നിന്നും ന്യൂ മൂണിലേക്ക് വരുന്ന സമയം ആ ലൈറ്റർ റീജൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അതിനെയാണ് നമ്മൾ ക്ഷയം അല്ലെങ്കിൽ വാണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മക്കൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക കേട്ടോ. ക്ലിയർ? അതുപോലെ തന്നെ അടുത്ത കൊല്ലം എന്ന് പറയുന്നത് നമ്മുടെ 7ാം ക്ലാസ് ആണ്. 7ാം ക്ലാസ്സിലാണ് നിങ്ങൾക്ക് USS എഴുതേണ്ടത്. അത് മാത്രമല്ല നമ്മൾ അടിപൊളിയായിട്ട് നല്ലൊരു രീതിയിൽ എക്സാം ഒക്കെ എഴുതി നല്ല മാർക്ക് മേടിക്കേണ്ട ഒരു ക്ലാസ്സും കൂടിയാണ്. അപ്പൊ നിങ്ങളെ സഹായിക്കാനായിട്ട് സൈലത്തിന്റെ ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ചായ അവഞ്ചേഴ്സ് ബാച്ച് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കൊല്ലത്തേക്ക് വെറും 2499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ 6ാം ക്ലാസ്സിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കൂട്ടുകാരെയും നിങ്ങൾ 7ാം ക്ലാസ്സിലും നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും, ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അടിപൊളിയായിട്ട് പഠിക്കാം മക്കളെ. അപ്പൊ ഇത്തവണത്തെ ബേസിക് സയൻസിന്റെ എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.